മീൻ നിൽക്കുന്നു. ചിക്കുടി വിടല് ചിക്കുടി ഗായ്സ് അടിക്കുന്നുണ്ട്. എങ്ങനെയാണ് വള്ളത്തെ മീൻ പിടിച്ച എക്സ്പീരിയൻസ് എങ്ങനെയാണ്ടാ? ഒരു രക്ഷയില്ല, ഭയങ്കര ഫീല്. നമ്മൾ കരയ്ക്ക് നിന്ന് പിടിക്കുന്ന പോലെ ഒന്നുമല്ല. ഹായ് മച്ചാന്മാരെ, ഞാൻ യദു കൃഷ്ണ ഫിഷിംഗ് 360 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ജോലിക്ക് പോക്ക് നടക്കത്തില്ല. അപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരുണ്ട് കണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അവനെ നമ്മൾ വിളിച്ച് രണ്ടാമത്തെ വെല്ലി എടുക്കുകയും ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ എത്തിയേക്കാന്ന് പറഞ്ഞു. ഓട്ടോ പിടിച്ചാൽ എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കണ്ണൻ ഇപ്പം ഓട്ടോ പിടിച്ച് ഇവിടെ എത്തേണ്ട സമയം ഏകദേശം ആവുന്നുണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നേരെ വള്ളം ഊരി അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. വള്ളം എല്ലാം സെറ്റ് ചെയ്ത് ചൂണ്ടയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രസ്സ് മാറി അങ്ങോട്ട് എത്താം. അതാ പ്ലാൻ. അപ്പോൾ ഇതുകൊണ്ട് യാറ് ഇങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇതിന് വലിയാറുണ്ട് അപ്പുറം, അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറുമീനാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നാലും ഇന്ന് കണ്ണനെ കൊണ്ട് മീൻ പിടിപ്പിക്കും. അത് നമുക്കൊരു വാശിയാണ്, ഒരു ആഗ്രഹം നമ്മൾ എന്നാലും സാധിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് വാഗ ചെറുമീൻ രാവിലെ ഒരു 8 മണിയായിട്ടുണ്ട്. ഇപ്പം 8 മണിക്ക് ഇറങ്ങുന്നു. ഉച്ചയ്ക്ക് 1 മണി വരെ, 2 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറണം. 1 മണി വരെ നമ്മളൊന്ന് കറങ്ങും, ഒരൊറ്റ കറക്കാം. ഈ കൊച്ചാറ്റിൽ നേരെ കറങ്ങി വെള്ളിയാർ വഴി കയറി കൊച്ചാർ വഴി തിരിച്ച് വിളിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മുടെ വള്ളം ഒരാഴ്ചയായി എടുത്തിട്ട് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം എടുക്കാൻ പറ്റിയില്ല. ഇതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ നേരെ പറഞ്ഞ പോലെ തന്നെ അങ്ങ് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിക്കോട്ട് ഫ്രോഗ്, അത് ഇന്ന സാധനങ്ങളൊന്നുമില്ല. പഴയ ഫ്രോഗും പുതിയ ഫ്രോഗും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ സാധനവും മാറി മാറി എറിഞ്ഞ് ചെയ്യാൻ പോകും. അപ്പോൾ വള്ളം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കൈയുടെ സമയം കളയുന്നില്ല, ഒരൊറ്റ പോക്ക് പോകുന്നു. ബാക്കിയെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് കാണിക്കാം. ശരി. ഹായ്. അപ്പം മച്ചാന്മാരെ, നമ്മളിതേ മുമ്പോട്ട് കാസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഉപയോഗിച്ചിരിക്കുന്ന ബ്ലാക്ക് ഫ്രോഗും അതിന് ഫ്ലോറസെൻറ്റ് കളറുള്ള ഒരു ഫ്രോഗും കൂടെ. പിന്നെ നമ്മൾ ഗോപ്രോയിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഓഫ് ചെയ്യുകയാണ്. ഈ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്, ചാർജ് നിൽക്കാത്തതുകൊണ്ടാണ്. വലിച്ചിറക്കടാ അല്ലേ പോവത്. വലിച്ചിറക്കൂ കാട്ടി കയറി കൂടാണടാ. പോരട്ടെ, വലുതാണ്. എന്തിയാ നീ ഇച്ചിരി മേളോട്ടുണ്ടെന്ന് മീനെ? അത് നീ പേടിക്കണ്ട, നീ കാണത്തില്ല. കൊക്ക് നീ നല്ല ഊരാ, നീ അണപ്പിക്കല്ലേ പോവത്. കയറിയടാ. അങ്ങനെ കണ്ണൻ്റെ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് ഗായ്സ്. മന്താപ്പെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 2.5 കിലോ അല്ലേ? അങ്ങനെ വള്ളത്തെ വരണം എന്നുള്ള ആഗ്രഹത്തിൽ മീനടിച്ച് ആഗ്രഹം തീർന്നില്ലേ? ആദ്യമായിട്ടാണ് വള്ളത്തെ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം വള്ളത്തെ വന്ന് അവൻ മീൻ പിടിക്കുന്നത് കേട്ടോ. കരയ്ക്ക് നിന്ന് കണ്ടത്തിൻ്റെ രാജാവാണ്. അപ്പോൾ വള്ളത്തെ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് കൊണ്ടുവന്നാ. അപ്പോൾ ഗൈസ് ഇതാ മീൻ കണ്ടല്ലോ. ഗ്രിപ്പറില്ലാത്തതുകൊണ്ട് വിളയെടുത്ത് കാണിക്കാൻ പറ്റത്തില്ല, വള്ളം മാറുന്ന നടുക്കാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഇടുക ഗൈസ്. ഞങ്ങൾ കയറ് കയറ്റി അവനെ സെറ്റ് ചെയ്യുക, കാരണം നമ്മൾ കൂടെ വില എടുത്തിട്ടില്ലല്ലോ ഗൈസ്. നമ്മൾ ഗ്രിപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പഴയ സംവിധാനത്തിലേക്ക് തന്നെ നമ്മൾ ഇത്തിരി കയറ് കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇതാ സാധനം. ഒരു ഇല്ല ഓണം എത്ര രണ്ടാ 2 കിലോയുടെ അടുത്തുള്ളൂ. നീളാ സാധനത്തിലല്ല, നല്ല നീള, കുഴപ്പമില്ലാത്ത ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി സമയം കളയുന്നില്ല. കൈയോടെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് എന്നിട്ട് അവിടെ കിട്ടിയിട്ട് വള്ളത്തിൽ നടുക്ക് കിട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടുക. അത് കെട്ടി. ഇപ്പം എങ്ങനെയാണ് വള്ളത്തെ മീൻ പിടിച്ച എക്സ്പീരിയൻസ് എങ്ങനെയാണ്ടാ? ഒരു രക്ഷയില്ല, ഭയങ്കര ഫീല്. നമ്മൾ കരയ്ക്ക് നിന്ന് പിടിക്കുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ഫീലാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വള്ളത്തെ വരുന്നത്. അപ്പോൾ കണ്ണം കാട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളിതേ അങ്ങോട്ട് പോകാൻ പോകട്ടോ. അങ്ങ് പോവാം നമ്മളെങ്കിൽ. എടാ അവിടെ മീൻ വെള്ളം എടുത്തല്ലേടാ അത്? അത് തന്നെ.
എങ്ങോട്ടാ ഓടുന്നത്? രണ്ടെണ്ണം ഉണ്ടാ എടാ. ചിക്കൊടിയും ദേ മീൻ നിൽക്കുന്നു. ചിക്കൊടിയും വിടല് ചിക്കൊരു കാരണവശാലും വിടല്. ചിക്കുവിടല് നിൽക്കേ. ഞാൻ വെള്ളം പുറകോട്ട് ഉറപ്പിക്കാം. നിൽക്കേ. ആണെങ്കിൽ നാളെ ആ പള്ളക്കകത്ത് കയറി ചിക്കൊടി. ഞാനിപ്പോൾ എന്നാ അങ്ങോട്ടോ പള്ളക്കകത്ത് കയറിയോ? ഞാൻ ഓർത്ത് തന്നെ ചിക്ക് പോയെന്ന്. ഈ സെയിം സൈസാടാ. കാണാവോ? നീ ഇച്ചിരി ഇറക്കട്ടെ. വള്ളക്കകത്താ അല്ലേ ഗായ്സ്? അടിച്ച് കീരി പള്ളക്കകത്ത് കയറി പെട്ടെന്നായിരുന്നു. ഞങ്ങൾ രണ്ടും വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. ചിക്ക് പോയാൻ ഇപ്പോൾ വള്ളത്തിന് അടിയിൽ കയറി. അങ്ങോട്ടോ? നല്ല ഹുക്കാ, പോകത്തില്ല. ആ സെയിം സൈസാടാ ഞാൻ കണ്ടു മീൻ. ചെറുമീൻ കമ്മി അടിക്കുമായിരുന്നല്ല? ഞാനും അറിഞ്ഞില്ല. ഫ്രണ്ടോട്ടോ? അനങ്ങുന്നുണ്ടോടാ വലയെ തട്ടുമ്പോൾ? കിട്ടുന്നുണ്ടോ? അത് നീ വലിച്ചടിപ്പിക്കണം. അപ്പോൾ പുല്ല തുഴഞ്ഞു കയറത്തില്ല. കുറേ ചിക്കുണ്ടോ? ഒടിയല്ലേ? ഗായ്സ് മീനടിച്ച് കയറി പള്ളക്കകത്തായിപ്പോയി. ഒരു വലയുണ്ട്, ഈ വലയിലും കയറി പിടിച്ചേക്കുക. മീനെ കിട്ടി. അത് മതി, അതൊക്കെ. ഫ്രൈഡ് എടുക്കണമല്ല? നല്ല അടിയാണ്. നല്ല ഹുക്കപ്പായിരുന്നു. നീയില്ലേ എടാ ഈ വലക്കകത്തോട്ട് ആക്കിയിട്ടേ അത് ഊരി, എന്നിട്ട് ഊരി വിട്. ഫ്രോഗ് ഊരി വിട്. എന്നാ സ്റ്റിക്ക ചവിട്ടല്ലേ നീ? സ്റ്റിക്ക ചവിട്ടിയാ പോയി. ആ ഞാൻ ഓർത്ത് ഓടി. വള്ളത്തെ കൂട്ടിയേ വലിച്ചടിച്ചില്ല അവൻ. എന്നാ സെയിം സൈസാ അല്ലേ? ഇവിടെ നിന്ന് മീൻ അങ്ങനെ അടിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്ത് കറക്റ്റായിട്ട് അടിക്കുകയും ചെയ്തു അല്ലേ? ഗായ്സ് സ്റ്റിക്ക് റൈഡ് ഇപ്പോഴും അതിൻ്റെ അകത്ത് കിടക്കുക. ഇനിയിപ്പോൾ ഇത് ഊരി താഴെ വലിച്ചെടുക്കണം. ഉണ്ടാ ഇപ്പോൾ കിട്ടിയേക്കുന്ന 2 വാന്താപ്പ്. ഒന്ന് കൈ വെച്ച് കാണിച്ചാടാ. ഇത് മറ്റേ വലുതിനെ കാണിച്ചാൽ ഇത് ഇച്ചിരി വലുതായിട്ട് ഇപ്പോൾ കിട്ടിയത്. അല്ല ആദ്യമേ കിട്ടിയതല്ലേ? ഇത് ആദ്യം കിട്ടിയത്. ആ ഉണ്ടാ 2 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇത് ചൂണ്ട ഇപ്പോൾ ഉടക്കി കിടക്കുക അവിടെ. അപ്പോൾ ഓക്കെ. ഈ ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ചൂണ്ട ഒടിഞ്ഞെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ കണ്ടില്ലേ? ഞങ്ങൾ ഓർത്ത് പോയെന്ന്. വിട്ടോടാ. എന്നാ അപ്പോൾ കെട്ടി വെള്ളത്തിൽ പിന്നെയും താത്തേക്ക് കേട്ടോ. ഞാൻ വിട്ടേ. അപ്പോൾ ഗായ്സ് ചൂണ്ട എടുക്കുന്നു, പിന്നെയും കാസ്റ്റിങ് തുടങ്ങുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഒന്നും അടിച്ചില്ല. ഇച്ചിരി മടുപ്പാകാം. ശകലം വെയിലും ഉണ്ടായിരുന്നു. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഹോട്ടലുണ്ട് ഈ ആറിൻ്റെ സൈഡിൽ തന്നെ. അതിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നേരത്തെ കുറേ റീല് വന്നിട്ടുണ്ട്. കോട്ടയത്ത് ഇനി പുലിക്കാട്ടുകടവിൻ്റെ സൈഡിൽ, പാലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഹോട്ടൽ. അവിടെ കയറി കഴിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് പയ്യെ തുഴഞ്ഞ് പോകൊണ്ടിരിക്കുക. അങ്ങനെ ഉച്ചയായി. നമ്മളിത് ചോറുണ്ണാൻ വേണ്ടി ഹോട്ടലിൽ കയറിയേക്കാം. ഇതിപ്പോൾ പേര് കേട്ട ഒരു ഹോട്ടലാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് കാണുമായിരിക്കും. ഇതിനു മുമ്പ് 70 രൂപ ഊണും പന്നിയും കാര്യങ്ങളും ബീഫും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒതുക്കിയതുണ്ടോ? കുറേ കിണാറ്. ഇത് താഴെ കൊണ്ട് വെള്ളം ഇട്ടിട്ട് നമ്മൾ കഴിക്കാൻ കയറും. നോക്കട്ടെ ഫുഡ് എങ്ങനെയുണ്ടോ. അപ്പോൾ ഇതാണ് ഈ ഹോട്ടലിൽ ഇരിക്കുന്ന ടേബിള്. അതല്ലാതെ കറിയെല്ലാം ടേബിളെ അടുക്കി നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചേച്ചി മീൻ വറക്കാൻ വേണ്ടി പൊടിമീൻ സെറ്റ് ചെയ്യുന്നു. മീൻ കറി ഇരിപ്പുണ്ട്. പിന്നെ എന്താ ബാക്കി പൗഡറും കാര്യങ്ങളും ഒക്കെ അവരിട്ട് വാഴയില കൊണ്ട് വെച്ചു.
ഓരോ കറികൾ വീതം നമ്മുടെ മഴയിലേക്ക് വരുന്നു. 4 കൂട്ടം കറികളാണ് തൊടുകറികൾ ഇരിക്കുന്നത്. തോരൻ, അച്ചാറ്, തക്കാളിക്കറി, പിന്നെ മീൻ ചതച്ചത്, മീൻ പൊടി. അത്രയും കറികളാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത്. പിന്നെ സാമ്പാർ, പുളിശ്ശേരി, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട മീൻ കറി. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു പന്നിയുടെ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഓർഡർ വരും. ചോറ് എത്തിയിട്ടുണ്ട്. ചോറ് വരുമ്പോഴത്തേക്ക് പന്നി ഇപ്പം തരാമെന്നാണ് ചേച്ചി പറഞ്ഞത്. പന്നി എത്തി. എന്നാൽ പിന്നെ നമ്മളിതങ്ങ് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പം മച്ചാന്മാരെ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ടേസ്റ്റിൻ്റെ കാര്യം. എൻ്റെ ഈ ഇല കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ കഴിപ്പെല്ലാം കഴിഞ്ഞത് ഇതാ നമ്മൾ ഇവിടുത്തെ ബില്ല് കൊടുത്തത് കേട്ടോ. ഞങ്ങൾ 2 പേരും കഴിച്ച് ഒരു പന്നിയും മേടിച്ചതിൻ്റെ ബില്ല് ഇതാണ്. പാസ്വേഡ് കണ്ടുപിടിക്കും. ഞങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ കണ്ടുപിടിച്ചില്ല. അതാ പറഞ്ഞു. ഇതെന്തുവാ വരാ പോകുന്നില്ലല്ലോ. ചേച്ചി ഇട്ടിട്ടുണ്ടോ? ചേച്ചി ചെയ്തിട്ടുണ്ടേ. ഇപ്പോൾ ഗൈസ് ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ വയറ് നിറഞ്ഞ് നമ്മുടെ ചേറുമീൻ വെയിലും കൊണ്ട് പഴുത്ത് കിടക്കുന്നു. ഇപ്പം മീനെടുക്കാൻ വേണ്ടി ഇപ്പോൾ ആൾ വരും കേട്ടോ. അതുകൊണ്ട് കരക്ക് കയറ്റിയിട്ടാ, ജീവൻ പോകാൻ വേണ്ടി കരക്ക് ഇട്ടതാ. കോർത്ത് വെള്ളത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എടുക്കാൻ ആൾ വരും. അപ്പോൾ ജീവൻ കളയാൻ വേണ്ടി അവർ കൊണ്ടുപോകാൻ പാടല്ലല്ലോ കിടന്ന്. നമ്മളിവിടെ കരക്കിട്ടാ. ഇപ്പോൾ വരും, അപ്പുറം വരും. ഇപ്പം അതുകൊണ്ട് കൊടുക്കുക, കാശാക്കുക, ഇതാണ് ലക്ഷ്യം. വൈകുന്നേരം പോയി ഈ പൈസ മൊത്തം നമ്മൾ ചൂണ്ടക്കടയെ കൊണ്ട് പിന്നെ അടുത്ത ഫ്ലിപ്പ്, അടുത്ത ഫ്രോഗ് എല്ലാം മേടിക്കും. ഇതാണ് സ്ഥിരം സൈക്കിൾ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം ഉച്ച കഴിഞ്ഞ് 3 മണിയായി. മീനെല്ലാം കൊണ്ട് കൊടുത്ത് എല്ലാം റെഡിയാക്കി പൈസയും മേടിച്ച് തിരിച്ച് നമ്മൾ വള്ളത്തേക്ക് കയറിയേക്കുവാണ്. നമ്മൾ മീൻ കൊടുത്തത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെയാണ് കൊടുത്തത്. ആ സുഹൃത്തുക്കളാണ് ഈ കണ്ണൻ്റെ പുറകെ ഇരിക്കുന്നത്. ഈ ഗ്യാപ്പ് ഇതേ സന്ധ്യ മങ്ങുന്ന സമയമാണ് ഞാൻ സ്പൂൺ എറിഞ്ഞ് വാള പിടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കുക കേട്ടോ. കുറേ നാളുണ്ട് വാള പിടിച്ചിട്ട്, ഒത്തിരി നാളായി വാള പിടിച്ചിട്ട്. എന്നാൽ വാള പിടിക്കാൻ ചുമ്മാ ഒന്ന് ശ്രമിച്ചു നോക്കാം. അടിക്കണം അവനെ. ചെറുമീൻ കൊടയുന്നടാ, ചെറുമീനാ. എങ്ങോട്ടാ പോകുന്നത്? വെള്ളം നിർത്തിക്കോ, വെള്ളം നിർത്തിക്കോ. ഇങ്ങോട്ടാ വരുന്നത്. അങ്ങോട്ട് പോകും. വാ, വാഴയാണോ? വാഴയാണോ ചേട്ടാ? ചെറുമീനാണോ? വാഴയായിരുന്നോ? ചെറുമീനാണോ? ആ, കോരിക്കോ. ചെറുമീനാ. അപ്പോൾ വീണ്ടും ഞങ്ങൾ കടുത്ത് തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉക്കൊന്ന് കാണിച്ചാടാ. പോവായിരുന്നോ? പോരുവായിരുന്നടാ. ഒരു കട പറഞ്ഞാൽ പോരുവായിരുന്നോ? അതിങ്ങോട്ട് ഫ്രണ്ടോട്ട് വിടാ. മീൻ ഫ്രണ്ടോട്ട് വിടടാ. അപ്പോൾ ഇന്നത്തെ 3ാമത്തെ മീൻ കണ്ണൻ അടിച്ചിരിക്കുകയാണ്. ആ, രാവിലത്തെ അത്ര വലിപ്പമില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. വെള്ളത്തിൽ തിരിക്കൂ, ഇവനോടെ വീതിക്കൂ, ഇറക്കട്ടെ. കുറേ കെട്ടിയിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? അവിടെ ഇട്ടു. അപ്പം നെക്സ്റ്റ് അവിടെ ഒരു കയറി കിടക്കുന്ന സ്ഥലം കണ്ടോ? അതിൻ്റെ അത് മീനുണ്ട് എപ്പോഴും. ആ ഗ്യാപ്പ് മീൻ കാണും. അപ്പോൾ ആ 2 എണ്ണം കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. ആ, ഇനി പയ്യെ പോട്ടേക്കാം. വാഗയാണടാ. പോയി ഉക്കപ്പയറ്റിൽ തോന്നുന്നു. ആകെ സ്ട്രൈക്ക് കണ്ടില്ല. സ്ട്രൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഗ്യാപ്പിൽ നിന്ന് ഇറങ്ങിയല്ലേ, അവിടെ എപ്പോഴും മീനുള്ള. പോട്ടെ, ഇങ്ങനെ പയ്യെ തുഴഞ്ഞ് ചോദിച്ചാൽ ഇങ്ങനെ പയ്യെ പോട്ടെ. അപ്പം അവനങ്ങ് എറിഞ്ഞെറിഞ്ഞ് കയറിക്കോളും. ഞാൻ ഗ്യാപ്പിൽ വാള പിടിക്കാം.
ഗായ്സ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ചെറുമീൻ ചെറുമീൻ ചെറുമീൻ. ആ രാവിലെ കിട്ടി ആ സൈസാണുള്ള. ഞാൻ തിരിക്കട്ടെ. പിന്നെ കണ്ടേ ഇതിനെ കുളിപ്പിച്ചല്ലേ. മേളോട് 2 മീനെ കാണിച്ചാൽ ഒരുമിച്ച് കാണിച്ചാൽ മതി. അതാ വള്ളക്കാർ കൊണ്ടിടുന്ന. ഏതാ വള്ളി തിരിച്ചു വലിക്കില്ലേ? തിരിച്ചു വലിച്ച് കോമഡി കിടക്കും. രാവിലെ കിട്ടിയതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഏകദേശം അവന്മാരൊക്കെ ഒപ്പത്തി എത്തിയിട്ടുണ്ട്. മതി ശരി. പാർക്ക് ചെയ്തു, ചെറുവിനെ പാർക്ക് ചെയ്തു. അപ്പം മച്ചാന്മാരെ, ഇത് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.